الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള സൂറത്തുൽ മആരിജ്. ഈ സൂറത്തും മക്കയിൽ അവതരിച്ചതാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അത് മക്കിയാണ് എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട് എന്നായിരുന്നു. ഈ സൂറത്തിൻ്റെ അടിസ്ഥാന വിഷയം സൂറത്തുൽ ഹാഖ പോലെ തന്നെ അതിനോട് സാമ്യമുണ്ട്. പരലോകത്തുള്ള അവസ്ഥകൾ, അതുപോലെ അവിടെ ആളുകൾ സ്വർഗാവകാശികളും നരകാവകാശികളുമായി രണ്ട് വിഭാഗമായി വേർതിരിയുന്ന രംഗം, സ്വർഗാവകാശികൾ എങ്ങനെ സ്വർഗത്തിലെത്തി, നരകത്തിലേക്ക് പോകുന്നവർ എന്തുകൊണ്ട് ആ ശിക്ഷക്ക് അർഹരായി, ഈ കാര്യമാണ് സൂറത്ത് വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആദ്യത്തെ ആയത്ത് സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, സായിലുൻ ചോദിക്കുന്ന ഒരാൾ, ബിഅദാബിൻ വാഖിഅ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള അദാബിനെ കുറിച്ച്. വഖഅ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു, വാഖിഅ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്. ഈ ആയത്തിൽ പറയുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായിരുന്ന മുശ്രിക്കുകൾ അവർ അന്ത്യദിനത്തെക്കുറിച്ച് ചോദിച്ചിരുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഭാഷാപരമായിട്ടുള്ള ഒരു ചെറിയ ഒരു ചോദ്യം എന്താണ്? സഅല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു ഫെയിലാണല്ലോ അല്ലേ? അറബിയിലുള്ള ഫെയിലുകൾ, ചില ഫെയിലുകൾക്ക് എന്ത് വേണം? ഒരു ഹർഫ് വേണം അതിൻ്റെ കൂടെ. ഹർഫ് തഅദിയ എന്ന് പറയും. ഇപ്പോൾ തലദ്ദദ ബിൽ ഇൽമി, ഇൽമ് ആസ്വദിച്ചു എന്ന് അറബിയിൽ പറയണമെങ്കിൽ ആ ഇൽമ് എന്നുള്ളതിന് മുമ്പ് ഒരു ഭാഗമാണ്. അതുപോലെ സഅല എന്നുള്ള ഫിഅല്, ചോദിച്ചു എന്നുള്ള ഫിഅല്, അതിൻ്റെ ഹർഫ് എന്താണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്? അൻ അല്ലേ? ഇൻഷാ അല്ലാഹ് ഖുർആനിലുണ്ട്. യസ്അലൂനക അനിസ്സാഅത്ത്, അന്ത്യദിനത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. സഅല അൻ എന്നാ പറയാം. സഅലഹു അൻ അൽ മസല, മസലയെക്കുറിച്ച് ചോദിച്ചു. ഇപ്പം ഇവിടെ അൻ ഇല്ല, ബ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബിഅദാബ്. എന്താണ് അതിൻ്റെ കാരണം? ഇത് കുറച്ച് അറബി പഠിച്ച ആൾക്കാർക്ക് അറിയുള്ളൂ, അതുകൊണ്ട് അറിയാത്തതൊരു കുറ്റമല്ല. എന്താണ് കാരണം? സഅല ബി എന്ന് പറയാൻ കാരണം രണ്ട് കാരണങ്ങൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം. അവിടെ ഒരു ഇസ്തിആറത്ത് എന്ന് പറയും. ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ വായ്പ, തൽക്കാലം ഒരാളുടെ ഒരു സാധനം ഇങ്ങോട്ട് വാങ്ങി ഉപയോഗിക്കുക, എന്നാണ് ഇസ്തിആറത്ത് എന്ന് പറയുക. അപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന അർത്ഥമല്ലാത്ത മറ്റൊരർത്ഥം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സഅലക്കാണോ അതല്ല ബാഇനാണോ? മറ്റേതോ ഒരു ഫിഅലിന് പകരം, അല്ലെങ്കിൽ സഅലയുടെ ഉള്ളിൽ മറ്റേതോ ഒരു ഫിഅല് കയറിയതാണോ, അതോ ബാ എന്നുള്ള ഹർഫിൻ്റെ ഉള്ളിൽ വേറൊരു ഹർഫ് കയറിയതാണോ? രണ്ടും മുഫസ്സിരിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞത് അവിടെ ബാ എന്നുള്ളത് അൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഹർഫുകൾ ഇങ്ങനെ ചെയ്യും, ഒരു ഹർഫിന് പകരം മറ്റേ ഹർഫ് ഉപയോഗിക്കും, വേറൊരു ഹർഫ് ഉപയോഗിക്കും. ഹർഫുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അത് അറബിയിലുള്ളതാണ്. എല്ലാ ഹർഫുകളല്ല, അതിനൊക്കെ ഒരു നിയമമൊക്കെ ഉണ്ട്, ഏതൊക്കെ ഹർഫുകളാണ് പരസ്പരം മാറി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഉദാഹരണമാണ് വല ഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖ്ലി, ഫിറൗന് പറഞ്ഞ വാക്കല്ലേ, ഈത്തപ്പന തടിയിൽ ഞാൻ നിങ്ങളെ ആണിയെടുക്കും. അപ്പോൾ ഫീ എന്നാ പറഞ്ഞത്, ഈത്തപ്പന തടിൻ്റെ ഉള്ളിലാണോ? അല്ല, അല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മൻ ഫിസ് സമായി, ആകാശത്തുള്ളവൻ. അപ്പോൾ മൻ അലസമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫീയും അലയൊക്കെ പരസ്പരം മാറി ഉപയോഗിക്കും. അതുപോലെ അന്നും ബാവും പരസ്പരം മാറി ഉപയോഗിക്കും. അതിൻ്റെ ഉദാഹരണമാണിത് എന്നൊരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, അന്നിലല്ല പ്രശ്നം, അല്ലെങ്കിൽ ഈ ഇസ്തിആറത്ത് സംഭവിച്ചിരിക്കുന്നത് സഅല എന്നുള്ള ഫിഅലിൻ്റെ ഉള്ളിലാണ്. എന്താണ്? അറബിയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഒരു സൗകര്യമുണ്ട്. ചില ഫിഅലുകൾക്ക് മറ്റൊരു ഫിഅലിൻ്റെ അർത്ഥം കൂടി അതിൻ്റെ ഉള്ളിൽ കലർത്തും. അതിന് തദ്മീൻ എന്ന് പറയാം. തദ്മീൻ, ഉദാഹരണത്തിന് ഐനൻ യശ്റബു ബിഹ ഇബാദുല്ലാഹി. അപ്പോൾ ആ ഫിഅല് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ പകരം വരുന്ന ഫിഅല് തന്നെയാണ് ഉപയോഗിച്ചാൽ പോരെ. അങ്ങനെ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു ഭംഗി ഉണ്ടാകും ഈ രണ്ടർത്ഥം കൂടി കലർന്ന് ഉപയോഗിക്കുമ്പോൾ. ഉദാഹരണത്തിന് ഐനൻ യശ്റബു ബിഹ ഇബാദുല്ലാഹി യഫജ്ജിറൂനഹ തഫ്ജീറ. സാധാരണ അറബിയിൽ യശ്റബു എന്നുള്ള ഫിഅലിന് ഒരു ബാൻ്റെ ആവശ്യമില്ല. ഷരിബ അൽ മാ, അല്ലെ ഷരിബ്തു അൽ ലബന എന്നൊക്കെ പറയാം. ഷരിബ്തു ബിൽ ലബൻ എന്ന് പറയൂല. പക്ഷെ അവിടെ
യശ്റബു ബിഹ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ ശരിബ എന്നുള്ള ഫേലിൻ്റെ ഉള്ളിൽ തലദ്ദത എന്ന് പറയുന്ന ഒരു ഫേല് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. തലദ്ദത ബിഹ, അപ്പോൾ ആസ്വദിച്ചുകൊണ്ട് കുടിച്ചു എന്നുള്ള അർത്ഥം കിട്ടും. ഇപ്പൊ തലദ്ദത എന്നുള്ള ഫേലിന് ബാ വേണം. അതുപോലെ ഇവിടെ സഅല എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഒരു ദഅ എന്നുള്ള ഫേല് കിടക്കുന്നുണ്ട്. ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു, വിളിച്ചു വരുത്തി, ആവശ്യപ്പെട്ടു, ഡിമാൻഡ് ചെയ്തു എന്നൊക്കെ അർത്ഥം. അപ്പൊ മക്കാ മുശ്രിക്കുകൾ അന്ത്യദിനം വരട്ടെ, സംഭവിക്കട്ടെ, എന്താ സംഭവിക്കാത്തത് എന്നൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാറുണ്ടായിരുന്നു, വെല്ലുവിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിന് ദഅ എന്നുള്ള ഫേലാണ് ഉപയോഗിക്കുക. ദഅ ബിൽ മായി അങ്ങനെ വെള്ളം കൊണ്ടുവരുത്തി, വെള്ളം ചോദിച്ചു വരുത്തി. അതുപോലെ അന്ത്യദിനം അള്ളാഹുവിന്റെ അദാബ് അവർ ചോദിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അതെന്താണ് സംഭവിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ദഅ എന്നുള്ള ഫേലാണ് ഉപയോഗിക്കുക. ദഅ എന്നുള്ള ഫേലിന് ഇബാ ഉണ്ടാവും. അപ്പൊ അവർ അന്ത്യദിനത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതിന്റെ സമയം എപ്പോഴാണ്, എന്താണ്, ഏതാണ്, അങ്ങനെ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം അത് ഇങ്ങോട്ട് സംഭവിക്കട്ടെ, എന്താ വരാത്തത് എന്നുള്ള വെല്ലുവിളിയും ഉണ്ട്. ഇത് രണ്ടും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സഅലയുടെ ഉള്ളിലൊരു ഫേല് വേറെ ദഅ എന്നുള്ള ഫേല് കലർത്തിയിരിക്കുന്നത് എന്നുള്ള അഭിപ്രായം. ഇതിലേതാ കൂടുതൽ നല്ലത്? രണ്ടും ശരിയാണ്. കൂടുതൽ നല്ലത് ഏതാണ്? അത് അൻ എന്നുള്ളത് പകരം ബാ വന്നു എന്ന് പറയുന്നതാണോ, അതല്ല ദഅ എന്നുള്ള ഫേല് സഅലയുടെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നതാണോ കൂടുതൽ നല്ലത്? സഅലയാണ്. കാരണം എന്താ? അതാണ് ഖുർആനിലെ മറ്റ് ആയത്തുകളോട് യോജിച്ചത്. കാരണം മറ്റ് പല സ്ഥലങ്ങളിലും അവർ ഈ പറഞ്ഞ കാര്യം അല്ലാഹു തആല എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഖുൽ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ മിൻ ഇൻദിക മിൻ എന്താണ് ആയത്ത്? ഇൻ കാന ഹാദാ ഹുവൽ ഹഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ. അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്യുമായിരുന്നു, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ മിൻ ഇൻദിക, അള്ളാഹു ഇത് നീ അയച്ച റസൂൽ തന്നെയാണ്, നീ ഇറക്കിയ കിതാബ് തന്നെയാണ് എങ്കിൽ അതിനൊരു അടയാളമായി, തെളിവായിട്ട് എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? അവരുടെ ഒരു ജഹാലത്ത് നോക്കണം. ഒരു ആയത്തായിട്ട് ഒരു നല്ല കാര്യമല്ല. ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ അവ ഇഅ്തിനാ ബിഅദാബിൻ അലീം. ആകാശത്ത് നിന്ന് ഒരു ചരൽ വർഷം കല്ല് വീണ് ഞങ്ങൾ നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ വേദനാജനകമായ അദാബ് വരട്ടെ. അപ്പോൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ആ അദാബ് അങ്ങോട്ട് കൊണ്ടുപോവാ എന്നാണ് അവർ പറയുന്നത്. നിരവധി ആയത്തുകൾ ഇതുണ്ട്. വസ്തഅ്ജിലൂനക ബിൽ അദാബി, അവർ അദാബിന് വേണ്ടി തിരക്ക് കൂട്ടുന്നു. വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു, അള്ളാഹു അവന്റെ വാക്ക് ലംഘിക്കുകയില്ല, അദാബ് വരാനുള്ളത് തന്നെയാണ്. ഫഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. അതുപോലെ വസ്തഅ്ജിലൂനക ബിൽ അദാബി വലൗലാ അജലുൻ മുസമ്മൻ ലജാഅഹുമുൽ അദാബ്. ഇങ്ങനെ പല ആയത്തുകളിലും കാണാം. അതാണ് കൂടുതൽ വിശാലമായ ആശയം, അല്ലെങ്കിൽ കൂടുതൽ മറ്റായത്തുകളോട് യോജിച്ച വ്യാഖ്യാനം. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ, സംഭവിക്കും എന്ന് ഉറപ്പുള്ള, തീർച്ചയായും സംഭവിക്കാനിരിക്കുന്ന ഈ അദാബ് അത് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കുന്ന ആളുകൾ അഥവാ മക്ക മുശ്രിക്കുകൾ. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ, കാഫിറുകൾക്ക് എന്നാണ് ലിൽ കാഫിരീന എന്ന് പറഞ്ഞാൽ അല്ലേ. ലൈസ ലഹു ദാഫിഅ, ആ അദാബ് തടയാൻ ഒരാളുമില്ല. ഇവിടെ ലിൽ കാഫിരീന എന്ന് പറഞ്ഞത് ലിൽ കാഫിരീൻ, കാഫിറുകൾക്ക്. അപ്പോൾ ലാം എന്ന് പറയുന്ന ഹർഫുണ്ട്. അറബിയിൽ ഒരു നിയമമുണ്ട്, ഭാഷ പഠിച്ചെടുക്കാൻ. ഹർഫ് ജർ വന്നു കഴിഞ്ഞാൽ അതായത് തഅല്ലഖ്. ഇപ്പോൾ ഫിൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അന മൗജൂദുൻ ഫിൽ ബൈത്തി, മൗജൂദ് എന്ന് പറയുന്ന ഇസ്മുൽ ഫാഇൽ, അല്ലെങ്കിൽ അജ്ലിസു ഫിൽ ബൈത്തി, ഞാൻ വീട്ടിലിരിക്കുന്നു എന്നുള്ള ഫിഅൽ. ഇങ്ങനെ ഒരു ഫിഅലോ ഫിഅലുമായി ബന്ധപ്പെട്ട ഫിഅലിൻ്റെ അർത്ഥം കിട്ടുന്ന ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണം. അപ്പോൾ അത് ഇവിടെ എങ്ങോട്ടാണ് അതിൻ്റെ തഅല്ലുഖ്? അത് മനസ്സിലായാലേ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. വലിൽ കാഫിരീൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ബിഅദാബിൻ വാഖിഅൻ ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന അദാബ്. വാഖിഅ എന്നുള്ളതിലേക്കാണ് അതിൻ്റെ തഅല്ലുഖ്. പിന്നെ ലൈസ ലഹു ദാഫിഅ എന്നുള്ളത് പുതിയൊരു സെന്റൻസാണ്. ലൈസ ലഹു ദാഫിഅ, അത് തടയാൻ ആരുമില്ല. ഇത് നിരവധി ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അന്ത്യദിനം സംഭവിച്ചു കഴിഞ്ഞാൽ വമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം, അന്നത്തെ അദാബിൽ നിന്ന് കാഫിരീങ്ങളെ ആരാണ് രക്ഷിക്കുക? അള്ളാഹുവിൻ്റെ അദാബ് വന്നാൽ രക്ഷപ്പെടുത്താനും ആ അദാബിനെ തടയാനും ഒരാൾക്ക് സാധിക്കുകയില്ല. മിനല്ലാഹി ദിൽ മആരിജ്, മആരിജ് എന്ന് പറഞ്ഞാൽ ദറജാത്ത് എന്നൊക്കെ അർത്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ് റഫീഉദ് ദറജാതി ദുൽ അർശ്, ഉയർന്ന സ്ഥാനങ്ങൾക്ക് ഉടമയായവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഉലൂവിനെ കുറിച്ചാണ് പറയുന്നത്.
ദിൽ മആരിജ് മിൻ അല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അവിടെ മിൻ അല്ലാഹി എന്നുള്ളതിന്റെ താലൂക്ക് എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ളത് എന്ത്? ചില ആളുകൾ പറഞ്ഞത്, ചില പണ്ഡിതന്മാർ പറഞ്ഞത് വാഖിഉൻ മിൻ അല്ലാഹി, അള്ളാഹുവിൽ നിന്ന് സംഭവിക്കുന്ന ശിക്ഷ. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ദാഫിഉൻ മിൻ അല്ലാഹി, അള്ളാഹുവിൽ നിന്ന് അതിനെ തടുക്കാൻ വേറെ ആരുമില്ല. അള്ളാഹുവിൽ നിന്ന് വരുമ്പോൾ അതിനെ തടുക്കാൻ വേറെ ആരുമില്ല. മിൻ അല്ലാഹി എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചൊരു സിഫത്ത് പറയുകയാണ്. എങ്ങനെയുള്ള അള്ളാഹു? ദിൽ മആരിജ്, ഉയർന്ന സ്ഥാനങ്ങളുള്ളവനായ അള്ളാഹ്. അപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ ഉലുവ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ ഉലുവ്, ഒന്ന് ഉലുവ് ദാത്ത്, രണ്ട് ഉലുവ് സിഫാത്ത്. ഉലുവ് ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ സത്ത, അവൻ്റെ അസ്തിത്വം, അത് എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്. ആലിൻ അല ഖൽഖിഹി മുസ്തവിൻ അല അർശിഹി, ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അഖീദ, വിശ്വാസം. അവൻ്റെ സൃഷ്ടികളുടെ എല്ലാം ഉപരിയിലാണ്, മുകളിലാണ്. മുസ്തവിൻ അല അർശിഹി, അവൻ്റെ അർഷിന് മുകളിലാണ്. കമാ യലീഖു ബിജലാലിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തോട് യോജിക്കുന്ന വിധത്തിൽ. മുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മുകളിലായിരിക്കുക എന്നുള്ളത്, അർഷിൻ്റെ മുകളിൽ അള്ളാഹു ആ അർഷിന് മുകളിലായിരിക്കുന്നു, മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉയരുന്നത്? അത് കമാ യലീഖു ലി ജലാലിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച വിധത്തിൽ. അള്ളാഹുവിൻ്റെ ഈ ഉലുവ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഇനം ഇതാണ്, ഉലുവ് ദാത്ത്. അവൻ്റെ ദാത്ത് എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്. ഇത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഫിത്രത്ത് കൊണ്ടും അഖ്ൽ കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകൾ, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, തൻ്റെ അടിമകൾക്ക് മുകളിലുള്ളവനാണ് അവൻ. അതുപോലെ തന്നെ നിരവധി ആയത്തുകൾ, അമിൻതും മൻ ഫിസ് സമായി, ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ ഫിസ് സമാ എന്ന് പറഞ്ഞാൽ ഫിൽ ഉലു എന്നാണ് പറഞ്ഞിട്ട്, ഉപരിയിൽ. അപ്പോൾ ഖുർആനിൽ ധാരാളം തെളിവുകളുണ്ട്, സുന്നത്തിൽ തെളിവുണ്ട്. അല്ലെ, ഒരു അടിമ സ്ത്രീ അവരെ സ്വതന്ത്രയാക്കാൻ വേണ്ടി യജമാനായ സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കൊണ്ടുവന്നപ്പോൾ മുസ്ലിമാണോ ഇവർ എന്നറിയാൻ വേണ്ടി എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? അയിന അല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഫിസ് സമായി, ഉപരിയിലാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരു ഹദീസിൽ മുകളിലേക്ക് അവർ വിരൽ ചൂണ്ടി എന്ന് കാണാം. മുകളിലാണ് അള്ളാഹു തആല. ഫിത്രത്ത് കൊണ്ടും മനസ്സിലാവുന്ന കാര്യമാണ്. ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടാണ് കൈ ഉയർത്തുന്നത്. എല്ലാ മതക്കാരും മുസ്ലിമീങ്ങളും അല്ലാത്തവരൊക്കെ, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള അള്ളാഹുവിൻ്റെ ഉലുവിനെ നിഷേധിക്കുന്ന ആളുകളൊക്കെ കൈ ഉയർത്തുന്നത് മുകളിലേക്കാണ്. അതുപോലെ തന്നെ സാധാരണ പറയാറ് മുകളിലുള്ളവൻ കാണുന്നുണ്ട് എന്ന് എല്ലാ മനുഷ്യരും പറയുന്നതാണ്. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ഫിത്രത്തിലുള്ളതാണ് അള്ളാഹുവിൻ്റെ ഉലുവ്. അതുപോലെ തന്നെ അഖ്ൽ കൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാവും. കാരണം എന്താ, മുകളിലും താഴെയും എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ മഹത്വമുള്ള, കൂടുതൽ ഷറഫുള്ള, കൂടുതൽ സ്ഥാനമുള്ള അവസ്ഥ ഏതാണ്? മുകളിലായിരിക്കുകയാണോ താഴെ ആയിരിക്കുകയാണോ? മുകളിലായിരിക്കുക എന്നുള്ളതാണ്. മുകളിലുള്ളതാണ് കൂടുതൽ ഉയർന്ന സ്ഥാനം. അപ്പോൾ അത് അള്ളാഹുവിന് അതാണ് യോജിക്കുക. അപ്പോൾ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അഖ്ൽ കൊണ്ടും ഫിത്രത്ത് കൊണ്ടും ബോധ്യപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ഉലുവ് എന്ന് പറയുന്നത്, ഉലുവ് ദാത്ത്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ ഉലുവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ നല്ല സിഫത്തുണ്ടോ അതിൻ്റെയൊക്കെ ഏറ്റവും ഉന്നതമായ രൂപം അള്ളാഹുവിനുള്ളതാണ്. ഇപ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് നല്ല സിഫത്താണോ ചീത്ത സിഫത്താണോ? അല്ലെങ്കിൽ ഒരു നക്സ്, ഒരു കുറവുള്ള കാര്യമാണോ? ഒരാൾക്ക് കേൾക്കാം, മറ്റൊരാൾക്ക് കേൾവിയില്ല. ഇതിലേതാണ് നല്ല സിഫത്ത്? കേൾവി ഉണ്ടാവുക എന്നുള്ളതാണ്. സംസാരിക്കുക, സംസാരിക്കാതിരിക്കുക, ഇതിലേതാണ് നല്ല സിഫത്ത്? സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ഒരു ബിംബത്തെ ഉണ്ടാക്കി, പശുക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ അല്ലാ യർജിഉ ഇലൈഹിം ഖൗലൻ, അവരെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് സംസാരിക്കുന്നില്ല, അങ്ങനെയുള്ളതിനെയാണ് അവർ ആരാധിച്ചത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ കൗമിനോട്, തൻ്റെ വിഗ്രഹങ്ങളോട്, അതിൻ്റെ കൗമ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളോട് പറഞ്ഞത് മാലക്കും ലാ തൻതിഖൂൻ, നിങ്ങൾ എന്താണ് സംസാരിക്കാത്തത് എന്നാണ്. അപ്പോൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മോശമായ അല്ലെങ്കിൽ ഒരു കുറവുള്ള കാര്യമാണ്, അതിലാർക്കും തർക്കമില്ല. അപ്പം ഇങ്ങനെ നല്ല കാര്യങ്ങൾ, നല്ല സിഫാത്തുകൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ഏറ്റവും ഉയർന്ന അവസ്ഥ, ഇപ്പോൾ ഏറ്റവും വലിയ കേൾവി ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെതാണ്. അതാണ് ഉലുവു സിഫാത്ത് എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ തർക്കമില്ല, ഇജ്മാ ഉള്ള കാര്യമാണ് ഉലുവു സിഫാത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഉലുവു ദാത്തിൻ്റെ കാര്യം നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മുൻഗാമികൾ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്, കിതാബിലും സുന്നത്തിലും തെളിവുള്ള കാര്യമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ഒരു അസർ കാണാം അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ വന്ന ഒരാൾ ചോദിച്ചു, അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ എന്ന് പറയുന്നത് കൈഫ ഇസ്തവ, എങ്ങനെയാണ് അർശിന് മുകളിൽ അള്ളാഹു ഉപരിയിലായി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടി അതാണ് ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ. ഇസ്തവ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറബിയിൽ എല്ലാവർക്കും അറിയാം, അത് മജ്ഹൂലല്ല, അറിയാത്തൊരു കാര്യമല്ല, ആർക്കും അറിയാം. അറബി ഭാഷയിൽ എന്താണ് ഇസ്തവ എന്ന് പറഞ്ഞാൽ മുകളിലായി, ഉപരിയിലായി എന്ന്. വൽ കൈഫു ഗൈറു മഅഖൂൽ, അതെങ്ങനെ എന്നുള്ളത് അത് നമ്മുടെ ബുദ്ധി കൊണ്ട്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല, നമ്മുടെ അക്കലിന് സങ്കല്പിക്കാവുന്ന കാര്യമല്ല. വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതെങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്തുമാണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇതാണ് ഇവിടെ പറയുന്നത്. മിനല്ലാഹി ദിൽ മആരിജ്, ഉന്നതനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനിൽ നിന്നാണ് ഈ അദാബ് വരുന്നത്, അല്ലെങ്കിൽ അവനിൽ നിന്ന് ഈ അദാബിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഈ ആയത്തിൻ്റെയൊക്കെ അർത്ഥം, ഈ ഹർഫുകളുടെയൊക്കെ താലൂക്ക് മാറുന്നതിനനുസരിച്ചൊക്കെ അർത്ഥം മാറുന്നുണ്ട്. ഇതെല്ലാം ശരിയുമാണ്. ഈ അർത്ഥങ്ങളൊക്കെ ഒരേ സമയം രണ്ടും ഉദ്ദേശിക്കാവുന്നതാണ്. അള്ളാഹുവിൽ നിന്ന് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഒരാൾ ഇതാ ചോദിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് ഈ അദാബ് വരുമ്പോൾ അതിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല, എല്ലാം ഈ ആയത്തിൻ്റെ അർത്ഥം തന്നെയാണ്. ഒരിക്കലും ഒരു പരിഭാഷക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് ഏതെങ്കിലും ഒന്ന് എടുത്ത് പറയാനേ പരിഭാഷക്ക് സാധിക്കുള്ളൂ. അറബി പഠിച്ച് ഖുർആൻ നേരിട്ട് മനസ്സിലാക്കിയാലുള്ള ഗുണം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി, മലക്കുകളും അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം? മലായികത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ജിബ്രീൽ പെട്ടു. പിന്നെയും ജിബ്രീലിനെ കുറിച്ച് റൂഹ് എന്ന് പറയാൻ കാരണം എന്താണ്? തഖ്സീസിന് വേണ്ടി, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രത്യേകത കാണിക്കാൻ വേണ്ടി. മലക്കിൽപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ്? വഹി കൊണ്ടുവരുന്ന മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. വഹി കൊണ്ടുവരിക എന്നുള്ളത് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന മലക്കുകളെക്കാളും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്ഥാനം അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ റൂഹ് എന്നുള്ള പേര് ജിബ്രീൽ അലൈഹിസ്സലാമിന് വരാൻ കാരണം എന്താണ്? വഹി എന്ന് പറയുന്നത് മനുഷ്യന് ജീവൻ നൽകുന്ന കാര്യമാണ്. അവൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമ മസലുഹു ഫിദ്ദുലുമാത്ത്. അല്ലെ, മയ്യിത്തായി കിടന്നിട്ട് അവന് ഞാൻ പ്രകാശം നൽകി, ജീവൻ വെച്ച് അവൻ നടന്ന് ആളുകൾക്കിടയിലൂടെ നടക്കുന്നു. അങ്ങനെയുള്ള ഒരാളും ഈ ഇരുട്ടിൽ കഴിയുന്ന ഒരാളും ഒരുപോലെയാണോ? അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് വഹി, അതിനെ റൂഹ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാൾ, അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഓർക്കലാണ് ഖുർആൻ എന്നുള്ളത്. ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരാളും അല്ലാത്തൊരാളും, ജീവനുള്ള ഒരാളും മരിച്ച ഒരാളെയും പോലെയാണ്. അവിടെ റൂഹാണല്ലോ ജീവൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു തആല വഹീനെ കുറിച്ച്, ഖുർആനെ കുറിച്ച് റൂഹ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. മാ കുന്ത തദ്രി വൽ കിതാബു വലൽ ഈമാനു വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി. അതിൻ്റെ മുമ്പ് എന്താണ് ആയത്ത്? വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹ്യൻ വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ. നിന്നിലേക്ക്, താങ്കളിലേക്ക് എൻ്റെ കൽപ്പനയായിട്ടുള്ള, എൻ്റെ കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന റൂഹനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, ഈ കിതാബ് എന്താണ്, അതിൽ പരാമർശിക്കുന്ന ഈമാൻ കാര്യങ്ങൾ എന്താണ് എന്നൊന്നും നിനക്ക് അറിയുമായിരുന്നില്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാ മിൻ ഇബാദിനാ. നേരെ മറിച്ച് ഹിദായത്തിനുള്ള പ്രകാശമാക്കി നാം അതിനെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ റൂഹ് എന്നുള്ള വാക്ക്, അതുപോലെ നൂർ എന്നുള്ള വാക്ക് ഒരേ ആയത്തിൽ അള്ളാഹു ഖുർആനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഖുർആൻ കൊണ്ടുവരുന്ന മലക്കായതുകൊണ്ടാണ്, അതുപോലെ വഹി കൊണ്ടുവരുന്ന മലക്കായതുകൊണ്ടാണ് റൂഹ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന് പേര് വന്നത്. ഇത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന് റൂഹ് എന്ന് പറയുന്നത്. വേറെ എവിടെയുള്ളത്? വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി അർറൂഹുൽ അമീൻ. അതുപോലെ തന്നെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഇതുപോലെ പല സ്ഥലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിൽ, ആ ദിവസത്തിൻ്റെ അളവ്, മിഖ്ദാർ, അതിൻ്റെ കണക്ക് 50,000 സന, 50,000 വർഷം ആണ്. 50,000 വർഷം അതിന് തുല്യമായ ഒരു ദിവസം. അപ്പോൾ ഈ 50,000 വർഷങ്ങൾക്ക് തുല്യമായ ദിവസം എന്ന് പറയുന്നത് എന്താണ്? ഫീ യൗമിൻ എന്ന് പറഞ്ഞു അല്ലേ? ആ ഫീ യൗമിൻ എന്നുള്ളതിൻ്റെ താല്ലുക്ക് എവിടെയാണ്? തഅറുജുൽ മലായികത്തു എന്നാണോ? അതാണ് അടുത്ത് കാണുന്നത് ഈ ആയത്തിൽ ഉള്ളത്, അതാണ്. അപ്പോൾ മലക്കുകൾ 50,000 ദിവസങ്ങളോളം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ അള്ളാഹുലേക്ക് ഉയർന്നു പോകുന്നു എന്ന് പറയാം. തഅറുജു എന്നുള്ളതാണ് ഫീ യൗമിൻ എന്നുള്ളതിൻ്റെ മുതഅല്ലിഖ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ബി അദാബിൻ വാഖിഅ എന്നുള്ള അങ്ങോട്ടാണ്. ഈ അദാബ് സംഭവിക്കുക 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? കാരണം മലക്കുകൾ അള്ളാഹുലേക്ക് കയറിപ്പോവുക എന്നുള്ളത് എന്നും നടക്കുന്നുണ്ട് അല്ലെ? യതആഖബു ഫീക്കും മലായികത്തുൽ ലൈലി വമലായികത്തുൽ യൗം. രാവിലെയും പകലും രാത്രിയും നിങ്ങളുടെ അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നിങ്ങളിലേക്ക് ഒന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അവർ പോകും, അള്ളാഹുവിനോട് സംസാരിക്കും. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ് അല്ലെ? ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയത്തും അസ്ർ നമസ്കാരത്തിൻ്റെ സമയത്തും. അങ്ങനെ രാത്രിയിലെ രേഖകൾ എഴുതുന്ന മലക്കുകൾ തിരിച്ചു പോകുന്നത് ഫജ്ർ കഴിഞ്ഞിട്ടാണ്.
അതുപോലെ പകലിലെ അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അസ്ർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസം എന്ന് പറയുന്നത് അദാബിനെ കുറിച്ച് അഥവാ ഖിയാമത്ത് നാളിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. ഇപ്പോൾ 2 തരത്തിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സമയത്തിൻ്റെ കണക്ക്. ഒന്ന്, സാധാരണഗതിയിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ 1000 ദിവസത്തിന് തുല്യമാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് ഹജ്ജിലായത് വയസ്തഅ്ജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. സൂറത്തുൽ ഹജ്ജിൽ. അതേപോലെ സൂറത്ത് സജ്ദയിൽ എന്താണ്? യുദബ്ബിറുൽ സൂറത്ത് സജ്ദയിലായത്തിൻ്റെയാണ് يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة. അപ്പോൾ 1000 വർഷം എന്ന് പറയുന്നത് അത് ദുനിയാവിലെ ദിവസങ്ങളാണ്. അഥവാ നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ദിവസങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ ഖിയാമത്ത് നാളോട് കൂടിയോ 50,000 വർഷമാണ് ഒരു ദിവസത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ദിവസത്തിൻ്റെ ഗൗരവം. ഇത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളതാണ്. അഥവാ മലക്കുകൾ കയറിപ്പോകുന്നത് 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസമാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എല്ലാ ദിവസവും മലക്കുകൾ പോകുന്നുണ്ടല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്ത്യനാളിൻ്റെ കണക്കിനെ കുറിച്ചാണ്. അത് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് പിൻബലമായിട്ട് ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദ. സ്വർണവും വെള്ളിയുമുള്ള ആൾ, സ്വർണ്ണം വെള്ളിയുള്ള ആളെന്ന് പറഞ്ഞാൽ പണക്കാർ, പണ്ട് കാലത്ത് നാണയമായിട്ട് ഉപയോഗിച്ചത് ദീനാറും ദിർഹവും സ്വർണ്ണം വെള്ളിയാണ്. സമ്പത്തുള്ള ആളുകൾ വലാ യുഅദ്ദി ഹഖ്ഖഹ മിൻഹ, എന്നിട്ട് അതിൻ്റെ ഹക്ക് കൊടുക്കാത്ത ആൾ, സകാത്ത് കൊടുക്കാത്ത ആളുകൾ, അതുപോലെ വാജിബായിട്ടുള്ള ചെലവുകൾ നടത്താത്ത ആളുകൾ, അവരെ കുറിച്ച് പറയുകയാണ്. ഇല്ലാ സുഫിഹത് ലഹു സഫാഇഹു മിൻഹ. അതിൽ നിന്ന് സഫഹത്ത് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് പോലെ ആക്കും അതിനെ, ആ സ്വർണത്തെയും വെള്ളിയെയും. വയുഹ്മ അലൈഹ ഫിനാരി ജഹന്നം, എന്നിട്ടത് ഫഉഹ്മി അലൈഹ ഫിനാരി ജഹന്നം, അതിനെ നരകത്തിൻ്റെ തീയിൽ ഇട്ട് ചൂടാക്കും. വതുക്വാ ബിഹ ജംബുഹു വജബീനുഹു വദഹ്റുഹു, എന്നിട്ട് അവൻ്റെ മുഖവും നെറ്റിയും പുറമൊക്കെ അതുകൊണ്ട് ചൂടാക്കും. ഫിയോമിൻ മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസം. കുല്ലമ ബറദത് ഉഈദത്, അത് തണുക്കുമ്പോൾ അഥവാ അവൻ്റെ ശരീരത്തിൽ അത് പതിപ്പിച്ച് അതിൻ്റെ ചൂട് പോകുമ്പോൾ വീണ്ടും ചൂടാക്കും. ഹത്ത യുഖ്ദ ബൈനൽ ഇബാദ്, വിചാരണ കഴിയുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. അഥവാ ഇത് വിചാരണക്ക് മുമ്പാണ് ഈ ശിക്ഷ എന്ന് പറയുന്നത്. ഫയറാ സബീലഹു ഇമ്മാ ഇലൽ ജന്നത്തി വ ഇമ്മാ ഇലൻ നാർ. അങ്ങനെ ഹിസാബ് കഴിയുമ്പോൾ പിന്നെ സ്വർഗ്ഗത്തിലേക്കായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ബാക്കിയുള്ള ഹസനാത്തുകൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കൊണ്ടോ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ആളായിരിക്കും. പക്ഷേ ഈ ശിക്ഷ അനുഭവിച്ചിട്ടായിരിക്കും ഈ തെറ്റ് ചെയ്തവരാണെങ്കിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക്, ഉറപ്പുള്ള ശിക്ഷക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് സക്കാത്ത് തടയുക, അതുപോലെ വാജിബായ നഫക്കത്ത്. സക്കാത്ത് മാത്രമല്ല, ഇപ്പോൾ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുക എന്നുള്ളത് അത് ഇതിൽപ്പെടും. സക്കാത്തിൻ്റെ കാര്യം ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും, കാരണം അത് ഈ ഹദീസൊക്കെ കേൾക്കുമ്പോൾ സക്കാത്തിൻ്റെ കാര്യം ഓർമ്മ വരും. അതേപോലെ തന്നെയാണ് സ്വന്തം ഭാര്യക്കും മക്കൾക്കും അതുപോലെ ചെലവ് കൊടുക്കലും ബാധ്യതയായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള നമ്മുടെ ഉസൂലുകളും ഫുറൂകളുമായിട്ട് ആളുകൾ. ഉസൂൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. അതുപോലെ വല്യപ്പുണ്ടെങ്കിലോ വല്യപ്പാക്ക് സമ്പാദിക്കാനുള്ള കഴിവില്ല, അത് നമ്മുടെ വാപ്പാൻ്റെ അതേ സ്ഥാനത്താണ്. ഉസൂലുകൾപ്പെട്ട നമ്മളെ വേരുകളാണ്. പിന്നെ താഴേക്കുള്ള നമ്മുടെ ഫുറൂകളായിരുന്നു മക്കൾ, പേരക്കുട്ടികൾ. ഇപ്പോൾ പേരക്കുട്ടിയാണെങ്കിലോ കഷ്ടപ്പെടുന്നത് വല്യപ്പ സഹായിക്കണം, വല്യപ്പാൻ്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ കൊടുത്തിരിക്കണം. അതുപോലെയുള്ള വാജിബായ നഫഖത്ത് അത് ചെയ്യാത്ത ആളുകളെ കുറിച്ചാണ് ഈ ഹദീസ്. മാനിഉ സക്കാത്ത് എന്നാണ് ഹദീസ് അറിയപ്പെടുന്നത്. ഹദീസ് മാനിഉ സക്കാത്ത്, സക്കാത്ത് തടഞ്ഞവരെ കുറിച്ചുള്ള ഹദീസ്. പക്ഷേ അത് പൊതുവായാണ് ഹദീസിൻ്റെ പദം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളാണ്, 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസം. പക്ഷേ ഈ ദിവസം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. മുഅ്മിനീങ്ങളെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, ളുഹർ മുതൽ അസ്ർ വരെയുള്ള സമയം, അത്രയും സമയം മാത്രമായിരിക്കും അവർക്ക് അനുഭവപ്പെടുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്, കാഫിരീങ്ങൾക്കായിരിക്കും ഈ ദിവസം പ്രയാസം ഉണ്ടാകുന്നത്. വകാന യൗമൻ അലൽ കാഫിരീന അസീറ, കാഫിറുകൾക്ക് പ്രയാസമുള്ള ദിവസമായിരിക്കും. അതുപോലെ മറ്റേ ആയത്തിൽ അലൽ കാഫിരീന ഗൈറു യസീർ, കാഫിറുകൾക്ക് അത് എളുപ്പമായിരിക്കില്ല. ഇതിൻ്റെ മഫ്ഹൂം എന്താണ്? മുഅ്മിനീങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഫസ്ബിർ സബ്റൻ ജമീല, അതുകൊണ്ട് താങ്കൾ ഭംഗിയായ ക്ഷമ ക്ഷമിച്ചു കൊള്ളുക. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്താ? സബറിനെ കുറിച്ച് പറയാൻ കാരണം എന്താ? ഇത്രയും ആയത്തുകൾ പറയുന്നത് അന്ത്യനാൾ എന്താണ് സംഭവിക്കാത്തത് എന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുന്ന വെല്ലുവിളിക്കുന്ന കാഫിറുകളെ കുറിച്ചാണ്, നിഷേധികളെ കുറിച്ചാണ്. പിന്നെ പെട്ടെന്ന് സബറിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ആക്ഷേപവും അവരുടെ പരിഹാസവും അവരുടെ വെല്ലുവിളിയൊക്കെ പരിഹാസത്തിന്റെ ഭാഗമാണ്. നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ യഥാർത്ഥത്തിൽ റസൂലാണെങ്കിൽ
ശിക്ഷ കൊണ്ടുപോവാ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ പരിഹാസം വെല്ലുവിളിയൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ പ്രതികരിക്കുകയല്ല. ഇല്ല, നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും പല വേദികളിലും കേൾക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു മുഅ്മിന്റെ ഡ്യൂട്ടി എന്താണ്? അവിടെ ദേഷ്യം തീർക്കുക എന്നുള്ളതല്ല. ഫസ്ബിർ സബ്റൻ ജമീല, മനോഹരമായി ക്ഷമിക്കുക, സബർ കാണിക്കുക. അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് ദുർബലാവസ്ഥയിലുള്ള മുഅ്മിനീങ്ങൾക്ക് ഉള്ള ഉത്തരവാദിത്വം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സബർ, ഫസ്ബിർ സബ്റൻ ജമീല. അപ്പോൾ സബർ എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് അതിന് വലിയ പ്രതിഫലം. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെയാണ് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുക. ഇല്ല, ചിലപ്പോൾ ഒരാൾ സബറില്ലാതെ ധീരത കാണിച്ചാൽ ആളുകൾക്ക് അവനെ അഭിനന്ദിക്കും. അല്ലെ, ഒരാൾ ചിലപ്പോൾ, ഉദാഹരണത്തിന് ഒരാൾ നമ്മുടെ നാട്ടിൽ ദീനിനെ പരിഹസിച്ച് സംസാരിച്ചെന്ന് വിചാരിക്കാം. ഒരാൾ പോയിട്ട് അവിടെ എന്തെങ്കിലും അക്രമം കാണിച്ചു, ആ പരിഹസിച്ച ആളെ പിന്നെ ഉപദ്രവിച്ചു, അടിച്ചു എന്ന് വിചാരിക്കാം. എല്ലാവരും കൈയടിക്കും. ആ അടിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സഹിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ വളരെ ത്യാഗമായിട്ട് നമ്മൾ കാണും. അത് ത്യാഗമല്ല, അത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരായിട്ടുള്ള കാര്യമാണ് അയാൾ ചെയ്തത്. അവിടെ മിണ്ടാതിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദീനോട് കൂറില്ലാത്തവന് മിണ്ടാതിരിക്കുന്ന ആളല്ല, അത് സബറല്ല. അതവന് അവിടെ സബർ എന്ന് പറയില്ല അതിന്. സബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വികാരം ഉണ്ടാകുന്നു, ദേഷ്യമാകാം, മറ്റെന്തെങ്കിലും വികാരം, അത് നിയന്ത്രിക്കുന്നതിനാണ് സബർ എന്ന് പറയാം. അപ്പൊ അള്ളാഹുവിനെ പരിഹസിക്കുന്നത്, ദീനിനെ പരിഹസിക്കുന്നത് കേട്ട് ഒരാൾ അതിനുള്ള ഇസ്ലാമികമായ ശിക്ഷയും പ്രതിക്രിയയും ഒക്കെ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, പറ്റുന്ന സാഹചര്യങ്ങൾ ഇസ്ലാമിക ഗവൺമെന്റുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അതല്ലാത്ത സാഹചര്യങ്ങളിൽ അവിടെ ക്ഷമിക്കുക, സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത് അതൊരു ഇബാദത്താണ്, അതിന് പ്രതിഫലമുണ്ട്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി ഇതിന്റെ പ്രായോഗികമായ വശങ്ങൾ എവിടെയൊക്കെ, ഏതൊക്കെ മീഡിയയിൽ എങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അവിടെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത്. ഫസ്ബിർ സബ്റൻ ജമീല. വിശുദ്ധ ഖുർആനിൽ 3 കാര്യങ്ങൾ ജമീൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. സബ്റുൻ ജമീൽ, സഫുൻ ജമീൽ, അതുപോലെ ഹജറുൻ ജമീൽ. എവിടെയൊക്കെയാണ്? ഒന്ന് ഇത് ഫസ്ബിർ സബ്റൻ ജമീല. മറ്റൊന്ന് അസഫുൽ ജമീൽ എവിടെയാണ്? വഇന്ന സഅത ലആതിയത്തുൻ ഫസ്ഫഹി അസ്സഫഹൽ ജമീൽ, സൂറത്ത് ഹിജ്റിൽ. ഫസ്ഫഹി അസ്സഫഹൽ ജമീൽ, വിട്ടുവീഴ്ച ചെയ്യുക. അതുപോലെ ഹജറുൻ ജമീൽ എന്നുള്ളത് സൂറത്ത് മുസമ്മിൽ. വഹ്ജുർഹും ഹജ്റൻ ജമീല വദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമതി വമഹിൽഹും ഖലീല വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല. എന്താണ് ഇത് മൂന്നും? മുൻഗാമികൾ പറഞ്ഞത് കാണാം. സബ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ സബ്റുൻ ബില ശക്വ, പരാതി പറയാതെ ക്ഷമിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് പരാതി പറയാതെ, അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയാതെ ക്ഷമിക്കുക. സഫ്ഹുൻ ജമീൽ എന്ന് പറഞ്ഞാൽ സഫ്ഹുൻ ബില അദ, വിട്ടുവീഴ്ച ചെയ്യുക, ഉപദ്രവിക്കാതെ. അഫൻ സഫ്ഹുൻ ബില ഇതാബ്, ആക്ഷേപിക്കാതെ വിട്ടുവീഴ്ച ചെയ്യുക. ഒരാൾ നമ്മൾ ഉപദ്രവിച്ചു, അവനോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നു, കുറേ അവനെ കുറ്റം പറഞ്ഞിട്ടാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്. അത് സഫ്ഹുൻ ജമീലല്ല, സഫ്ഹാണ്. അടിച്ചിട്ടില്ല, കേസ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിലും വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നാവ് കൊണ്ട് അവനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്, ഇതാബ്, ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ അത് സഫ്ഹുൻ ജമീലല്ല, സഫ്ഹാണ്, പക്ഷെ സഫ്ഹുൻ ജമീലല്ല. ഹജറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഹജറുൻ ബില അദ. എന്താണ് ബില അദ? ഉപദ്രവിക്കാതെ. ഇപ്പൊ ഹജർ ചെയ്യാന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന ആളുകളെ, ഉപദ്രവിക്കുന്ന ആളുകളെ, വിഡ്ഢികളെ, അനാവശ്യമായി തർക്കിക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ തലാലത്തിന്റെ ആളുകളെയൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കുമ്പോൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല, ഹക്കില്ലാത്ത രീതിയിൽ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഉപദ്രവിച്ചിട്ടാണ് ഹജർ ചെയ്യുന്നെങ്കിലോ അത് ഹജറുൻ ജമീലല്ല. ഹജറാണ്, പക്ഷെ ഹജറുൻ ജമീലല്ല. ചിലപ്പോൾ നമ്മൾ നന്നാകാൻ വേണ്ടി നമ്മൾ സുഹൃത്തുക്കളെ ഹജർ ചെയ്യേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. 3 സ്വഹാബിമാരെ 50 ദിവസം അവരോട് സംസാരിക്കാതെ, സലാം പറഞ്ഞാൽ മടക്കുക പോലും ചെയ്യുമായിരുന്നില്ല, പക്ഷെ ഉപദ്രവമില്ല. അല്ല, അവർ 3 പേരും അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിക്കുക, ഗീബത്ത് പറയാം. അതുപോലെ തന്നെ അവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുക, അതൊന്നും ചെയ്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അവരുടെ ആ ഹജറിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സഹാബത്ത് അവരെ പോയി ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ചരിത്രത്തിൽ, ഹദീസിൽ കാണാം, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ. അപ്പോൾ ഇതാണ് ഫസ്ബിർ സബ്റൻ ജമീല. ഇന്നഹും യറൗനഹു ബഈദ, അവർ അതിനെ വളരെ വിദൂരമായി കാണുന്നു. ആര്? അവരെന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ. അത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത്, ഈ പറഞ്ഞ അദാബ്, അദാബിൻ വാഖിഅ, ഈ അദാബിനെ വളരെ വിദൂരമായിട്ടാണ് അവർ കാണുന്നത്. വിദൂരം എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. വനറാഹു ഖരീബ, പക്ഷെ നാം അത് വളരെ അടുത്തായിട്ടാണ് കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, അള്ളാഹിന്റെ കണക്കിൽ അത് വളരെ അടുത്താണ്. അപ്പോൾ സാധാരണ അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, കുല്ലു മാ ഹുവ ആത്തിൻ ഖരീബ്, വരാനിരിക്കുന്നതൊക്കെ അടുത്താണ്. അല്ല, ഒരു കാര്യം വരും, സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അത് ദൂരെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് അടുത്ത് തന്നെയാണ്, എന്തായാലും വരാനുള്ളതാണ്, അപ്പൊ അത് അടുത്ത് തന്നെയാണ് എന്ന് അറബിയിൽ ഒരു പ്രയോഗമാണ്. മാത്രമല്ല, നമ്മൾ ശരിക്കൊന്ന് ചിന്തിച്ചാൽ വളരെ അടുത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഖിയാമത്ത്.
അല്ലെ? ഖിയാമത്ത് രണ്ട് ഖിയാമത്തുണ്ട്. ഖിയാമത്തുൻ സുഗ്റ, ഖിയാമത്തുൻ കുബ്ര. ചെറിയ ഖിയാമത്തുണ്ട്, വലിയ ഖിയാമത്തുണ്ട്. എന്താണ് ചെറിയ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ? മരണം. മന്മാത്ത ഖാമത്ത് ഖിയാമത്തുഹു, മരിച്ചാൽ അവന്റെ ഖിയാമത്ത് തുടങ്ങി അവിടെ. അല്ലെ? യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഖീദത്തുൽ വാസിത്തയിലൊക്കെ പറയുന്നത് മരണശേഷം നടക്കുന്ന ഓരോ സംഭവങ്ങളും യൗമുൽ ആഖിറിൽ പെട്ടതാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് ആ മലക്കുകൾ വരുന്ന അവിടെ മുതലുള്ള സംഭവങ്ങളൊക്കെ ആഖിറത്തിൽ പെട്ട കാര്യങ്ങളാണ്. അത് വളരെ അടുത്താണ്. സഹീഹ് അൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ് കാണാം, ഇന്നൽ ജന്നത അഖ്റബു ഇലാ അഹദിക്കും മിൻ ശറാക്കിന അലിഹി. ചെരുപ്പിന്റെ വാറിനേക്കാളും നിങ്ങളുടെ അടുത്താണ് സ്വർഗം. കാരണം സ്വർഗത്തിന്റെ തുടക്കമാണ് ഖബറിൽ അനുഭവിക്കുന്നത്, ബർസഖിൽ അനുഭവിക്കുന്നത്. അപ്പോൾ വളരെ അടുത്താണ് അന്ത്യനാൾ എന്ന് പറയുന്നത്. യൗമ തകൂനു സ്സമാഉ കൽമുഹൽ. ഇനി ആ അന്ത്യനാളിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ആ ദിവസം എങ്ങനെയായിരിക്കും? യൗമ തകൂനു സ്സമാഉ കൽമുഹൽ. അന്ന് ആകാശം മുഹൽ പോലെ. മുഹൽ എന്ന് പറഞ്ഞാൽ എണ്ണ എന്നുള്ള അഭിപ്രായം കാണാം തഫ്സീറുകളിൽ. അതുപോലെ ഉരുക്കിയ ലോഹം എന്ന് പറയുന്നത് കാണാം, ഈയം ഉരുക്കിയത് എന്നൊക്കെ കാണാം. ഈയം മാത്രമല്ല, ഏത് ലോഹം ഉരുക്കിയാലും അതിന് മുഹൽ എന്ന്. സ്വർണം, വെള്ളി, ഇരുമ്പ് ഇതൊക്കെ ഉരുക്കിയാൽ, ചൂട് കൊണ്ട് ഉരുകിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒഴുകുന്ന ഇരുമ്പ് എങ്ങനെയായിരിക്കും? അതാണ് മുഹൽ എന്ന് പറയുന്നത്. ആകാശം അങ്ങനെയായി പോകും. ആകാശം എന്ന് പറയുന്നത് വളരെ ഉറപ്പുള്ള ഒരു സൃഷ്ടിപ്പാണ്. അല്ല, ഇന്ന് നമ്മൾ ഇപ്പോൾ പലരും പറയുന്നതും വിശ്വസിക്കുന്നതും പോലെ കുറെ വാദകങ്ങളല്ല ആകാശം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ആകാശം എന്ന് പറയുന്നത് വബനൈന ഫൗഖകും സബ്അൻ ശിദാദ, വളരെ ഉറപ്പുള്ളത്, ലോഹങ്ങൾ പോലെ, ഇരുമ്പ് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ ശക്തിയുള്ള ഉറപ്പുള്ള സൃഷ്ടിയാണ് ആകാശം എന്ന് പറയുന്നത്. അത് ഉരുകി എണ്ണ പോലെയായി മാറുന്നു. വതകൂനുൽ ജിബാലു കൽഅഹൻ. പർവ്വതങ്ങൾ എന്താകും? കമ്പിളി രോമം പോലെ, അല്ലെ? ചെമ്മരിയാടിന്റെ രോമം, അതാണ് അഹൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രോമം പോലെയാകും പർവ്വതങ്ങൾ. വലാ യസ്അലു ഹമീമുൻ ഹമീമ. ഇതൊക്കെ നമ്മൾ മുമ്പ് പല സുഹൃത്തുക്കളും വിശദീകരിച്ചിട്ടുള്ളതാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമ. അന്നേ ദിവസം ഒരു സുഹൃത്തും തൻ്റെ സുഹൃത്തിനെ ചോദിക്കുകയില്ല. ഹമീം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹമീം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വദീഖ് എന്നുള്ളതിന്റെ മുകളിലാണ്. അടുത്ത സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഹമീം എന്ന് പറയാം. അപ്പൊ അങ്ങനെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും അവർ പരസ്പരം അന്വേഷിക്കുകയില്ല. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? കാരണം അന്ന് അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് എന്നുള്ളത്. അപ്പൊ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ആരെയും അന്വേഷിക്കുകയില്ല. ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ പിന്നെ രക്തബന്ധങ്ങളില്ല. വലാ യതസാഅലൂൻ, അവർ പരസ്പരം ചോദിക്കുകയുമില്ല. ആരും ആരെയും പരിചയമില്ലാത്ത അവസ്ഥയായിരിക്കും. യുബസ്സറൂനഹും, അവർ സുഹൃത്തുക്കളെ ചോദിക്കാത്തത്, അന്വേഷിക്കാത്തത് അവരെ അറിയാത്തത് കൊണ്ടോ അവരിവിടെ ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഇപ്പൊ മഹ്ശറിൽ കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ദൂരെയായിരിക്കും, അതുകൊണ്ടല്ല ചോദിക്കാത്തത്. നേമറിച്ച് യുബസ്സറൂനഹും, ഓരോരുത്തർക്കും അവനവന്റെ സുഹൃത്തുക്കൾ അല്ലാഹു കാണിച്ചു കൊടുക്കും. അതുപോലെ ബന്ധുക്കൾ കാണിച്ചു കൊടുക്കും. ദുനിയാവിൽ ബന്ധമുണ്ടായിരുന്ന ആളുകളെയൊക്കെ കൺമുന്നിൽ കാണും, എന്നാലും ചോദിക്കൂല. അവരെ കാണുമ്പോൾ എന്താ അവന്റെ മനസ്സിൽ ചിന്ത വരുന്നത്? യവദ്ദുൽ മുജ്രിമു, അന്ന് പാപിയായ മനുഷ്യൻ ആഗ്രഹിക്കും, ലൗ യഫ്തദി, പകരം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു ജാമ്യം, ഒരു പണയവസ്തുവായി കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ, മിൻ അദാബി യൗമി ഇദിൻ, അന്നേ ദിവസത്തെ അദാബിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് തന്റെ തടി കാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ബിബനീഹി, മക്കളെ കൊടുത്തിട്ട്, സ്വന്തം മക്കളെ പകരം കൊടുത്തിട്ട് തന്റെ തടി കഴിച്ചിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പാപികൾ ആഗ്രഹിക്കും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പാപികളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ അവരാഗ്രഹിക്കില്ല. അവരവരുടെ മക്കളെ കുറിച്ച് ചിന്തിക്കും, അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിക്കും, സുഹൃത്തുക്കളെ അന്വേഷിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ വേറെ ആയത്തുകളിൽ കാണാം. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അല്ലെ? മുഅ്മിനീങ്ങളായ ആളുകളെ, അവരുടെ മക്കളെ അവരുമായി അല്ലാഹു തആല കൂട്ടിച്ചേർക്കും. അപ്പം കാഫിറായ ആൾ, ഇവിടെ മുജ്രിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറാണ്. കാഫിറായ ആള് എന്ത് പറയും? എന്താഗ്രഹിക്കും? സ്വന്തം മക്കളെ ബലി കൊടുത്തിട്ട് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. ദുനിയാവില് സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയുന്നവരാണ് മാതാപിതാക്കൾ. ആ മക്കളെ അവിടെ പകരം കൊടുത്ത് എന്നെ ഈ അദാബിൽ നിന്ന് രക്ഷിക്കുമോ എന്ന് മനുഷ്യൻ ചോദിക്കും. ഒരു കഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ദഈഫാണ്, പക്ഷെ അതിന്റെ ആശയം വളരെ ചിന്തിപ്പിക്കുന്നതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പ്രളയം ഉണ്ടായപ്പോൾ, ഈ കഥ പറയാൻ കാരണം ഒന്ന്, പിന്നെ അഹ്കാമുകളൊന്നും ഇല്ല വിഷയമല്ല, ഇത് കഥയാണ്. രണ്ടാമത്തത്, ഇത് പറയുന്ന ആശയം മറ്റു രൂപങ്ങൾ നമ്മൾ കാണുന്നതാണ് നിത്യജീവിതത്തിൽ. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രളയത്തിൽ ഒരു ഉമ്മ, കാഫിറായൊരു സ്ത്രീയാണ്, അവർ പ്രളയം വരുന്നുണ്ടപ്പോൾ, വെള്ളം വരുന്നുണ്ടപ്പോൾ, അല്ലെ, മഴ പെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ അരുവികൾ ഒഴുകാൻ തുടങ്ങി. ഫഫതഹ്ന അബ്വാബ സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർന അൽ-അർള ഉയൂനൻ ഫൽതഖൽ മാഉ അലാ അംറിൻ ഖദ് ഖുദിർ. അല്ലെ, മുകളിൽ നിന്നും താഴെ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു സ്ത്രീ തൻ്റെ ചെറിയ കുട്ടിയെയും കൊണ്ട് ഒരു മലക്ക് മുകളിൽ കയറി, രക്ഷപ്പെടാൻ വേണ്ടി മലമുകളിൽ കയറി. അപ്പോൾ ഇവർ കയറുന്നതനുസരിച്ച് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ മലയുടെ മുകളിൽ കയറി കയറി അവസാനം ഏറ്റവും മുകളിലെത്തി. ഏറ്റവും മുകളിലെത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു? കയ്യിലുള്ള ഈ ചെറിയ കുട്ടിയെ എടുത്തിട്ട്
തൻ്റെ തലക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചു. അവർ മരിക്കുന്നത് വരെ ആ കുട്ടി ജീവിക്കാൻ വേണ്ടി. അങ്ങനെ അവർ മരിച്ചു, പിന്നെ കുട്ടി മരിച്ചു. ഈ ഹദീസിൽ ഇത് പറഞ്ഞിട്ട്, കഥ പറഞ്ഞിട്ട് വിശ്വാസം പറയുന്നതായി വന്നിട്ടുള്ളത്, ലൗകാന അല്ലാഹു യർഹമു അഹദൻ മിൻ ഖൗമി നൂഹിൻ ലറഹിമ ഉമ്മസ്സബി. അള്ളാഹു ആരെങ്കിലും അവരുടെ കൂട്ടത്തിൽ ആ നിഷേധികളിൽ ആരോടെങ്കിലും റഹ്മത്ത് കാണിക്കുമെങ്കിൽ അവരോട് കാണിക്കുമായിരുന്നു എന്ന് വിശ്വാസം പറഞ്ഞതായി വൈഫാണ്, ഹദീസ് വൈഫാണ്. അപ്പോൾ ഇത് നമ്മളെന്നും കാണുന്നതാണ്. ഇങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. കാരണം നൂഹ് നബിന്റെ കൗമല്ല, ഇന്ന് ഇത്രയും ഫസാദായ നമ്മുടെ ഈ കാലഘട്ടത്തിലും ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. സ്വന്തം മക്കളെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളയുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യും? മക്കളെ ബലി കൊടുത്തിട്ടാണെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കും. വസാഹിബത്തിഹി, തൻ്റെ ഭാര്യ. അപ്പോൾ ഭാര്യയെക്കുറിച്ച് സാഹിബത്ത് എന്നാണ് പറഞ്ഞത്. സാഹിബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിൽ സുഹൃത്ത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഭാര്യമാരോട് ഉണ്ടാവേണ്ട ബന്ധം, അത് ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. പക്ഷേ നിയമത്തിൽപ്പെട്ടതാണ് ഭർത്താവിനെ അനുസരിക്കണം എന്നുള്ളത്. പക്ഷെ എന്നാലും ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറുക, ഒരു സുഹൃത്തിനോട് എന്ന പോലെ പെരുമാറുക എന്നുള്ളത് അത് ഹുസ്നുൽ ഇസ്രയിൽപ്പെട്ടതാണ്, നല്ല പെരുമാറ്റത്തിൽപ്പെട്ടതാണ്. വസാഹിബത്തിഹി വ അഖീഹി, അപ്പോൾ ഭാര്യയെ നരകത്തിലിട്ടാലും ഞാൻ രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കും. വ അഖീഹി, സ്വന്തം സഹോദരൻ. വ ഫസീലത്തിഹി, എൻ്റെ ഫസീലത്ത്. ഫസീലത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബത്തിനാണ് ഫസീലത്ത് എന്ന് പറയുന്നത്. കബീല കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴെയുള്ളതാണ് ഫസീലത്ത്. ഒരു കബീല കുറേ ഫസീലകൾ കൂടിയതായിരിക്കും. അപ്പോൾ ഏറ്റവും അടുത്ത കുടുംബക്കാർ അവരായിരിക്കും ദുനിയാവിൽ നമുക്ക് എന്ത് അപകടം ഉണ്ടായാലും രക്ഷിക്കാനും, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആയിരിക്കും അവരെ ബലി കൊടുത്തിട്ടാണെങ്കിലും അല്ലത്തി തുവീഹി, തനിക്ക് അഭയം നൽകിയിരുന്നവരായ കുടുംബക്കാർ, ദുനിയാവിൽ എന്ത് ആവശ്യം ഉണ്ടായാലും കൂടെ നിന്നിരുന്ന ആളുകൾ, അവരെയൊക്കെ ശിക്ഷിച്ചോ, എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയും. വമൻ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ള എല്ലാവരും, അല്ലെ ഈ കൂട്ടത്തിൽ ഈ മഹ്ശറിൽ നിൽക്കുന്ന എല്ലാവരും റബ്ബേ നീ ശിക്ഷിച്ചോ, എന്നെ മാത്രം വെറുതെ വിട്ടാൽ മതി എന്ന് പറയും. തുമ്മയുൻജി, ഇവരൊക്കെ ശിക്ഷിച്ചിട്ട് എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. കല്ല, അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ശിക്ഷ അർഹിക്കുന്നവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. അപ്പോൾ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഗുണപാഠം എന്താണ്? നമ്മുടെ പരലോക ജീവിതം അപകടത്തിലാക്കുന്ന ബന്ധങ്ങൾ, അത് അത്ര ബുദ്ധിയല്ല. ബന്ധങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ മക്കളെ പേടിച്ചിട്ട്, ഭാര്യയെ പേടിച്ചിട്ട്, ഭർത്താവിനെ പേടിച്ചിട്ടൊക്കെ മാസ്യത്തുകൾ ചെയ്യുന്നത്. ഇല്ല, ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ മാസ്യത്തുകൾ ചെയ്യുന്നത്, വ്യക്തമായ മാസ്യത്തുകൾ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ മക്രൂഹായിട്ടുള്ള കാര്യങ്ങളോ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളോ, അതിലൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാം. പക്ഷേ ഹറാമായ കാര്യങ്ങൾ, വ്യക്തമായ ഹറാമായ കാര്യങ്ങൾ, അതിൽ ഒരു ബന്ധത്തിൻ്റെ പേരിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇതായിരിക്കും സംഭവിക്കുന്നത്. ഈ വിട്ടുവീഴ്ച ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അവനെ നീ നരകത്തിലിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയുന്ന അവസ്ഥയുണ്ടാകും. അത് ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ചെയ്യുന്ന പല അവസ്ഥകളും നമ്മൾക്ക് ജീവിതത്തിലുണ്ടാകും. അല്ലെ, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പല ഹറാമുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അത് ഒരാളുടെ ഒരു ആ അനുസരണം എന്ന് പറയുന്നത് തിന്മയാണ്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാൾക്കും അനുസരണയില്ല. അല്ലെ, നമ്മൾ എന്തിനാണ് മാതാപിതാക്കളെ അനുസരിക്കുന്നത്? ആത്യന്തികമായി നമ്മുടെ ഉള്ളിൽ മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, ഫിത്രത്തിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹമുണ്ട്, ഭാര്യമാരോട് സ്നേഹമുണ്ട്, ഫിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് അവരെയൊക്കെ അനുസരിക്കുകയും സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നത്? എന്തിനാണ്? ഏറ്റവും വലുത് ഈ ഫിത്രത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണോ? അല്ല. നമ്മുടെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പന ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഭാര്യയോട് വലിയൊരു സ്നേഹം ഇല്ല, എന്നാലും ചിലവിന് കൊടുത്തേ പറ്റുള്ളൂ, എന്നാലും നല്ല രീതിയിൽ പെരുമാറിയേ പറ്റുള്ളൂ. മക്കളോട്, ഏതെങ്കിലും ഒരു മകനോട് അല്ലെങ്കിൽ ഒരു മകളോട് വലിയൊരു സ്നേഹമൊന്നും മനസ്സിൽ തോന്നുന്നില്ല. അപ്പോൾ ദീനില്ലാത്ത ഒരാൾ ചിലപ്പോൾ വിവേചനം കാണിക്കും. ഒരു മുസ്ലിമിന് പാടില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ ദുൽമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ പ്രതികാരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു മുസ്ലിം അങ്ങനെ ചെയ്യൂല. കാരണം എന്താണ്? ആ ദുൽമ ചെയ്താൽ ചിലപ്പോൾ ഫിത്രത്തിൽ നമുക്ക് അവരോട് സ്നേഹമൊന്നും ചിലപ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന്, മനസ്സിൽ നിന്നൊരു സ്നേഹം വന്നോളണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ അവരോട് അനുസരണയും സ്നേഹവും പരിഗണനയും ഒക്കെ കാണിച്ചേ പറ്റും. എന്തുകൊണ്ടാണ്? ഫഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടാണ് ഇവരെ അനുസരിക്കുന്നതെങ്കിലോ അതിൻ്റെ അർത്ഥം ഇവൻ മാതാപിതാക്കളോട് കാണിക്കുന്ന ബിർറും ഇഹ്സാനും ഒന്നും എന്തല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതല്ല. ആയിരുന്നെങ്കിൽ അവരെ അനുസരിക്കുമായിരുന്നില്ല മാസിയത്തുകളുടെ കാര്യത്തിൽ. അങ്ങനെ അനുസരിച്ചാൽ അതൊരാളുടെ ദീനിലുള്ള കുറവാണ്, തൗഹീദിലുള്ള കുറവാണ്. കാരണം അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അതിനേക്കാളും മറ്റൊരാളുടെ ഹുബ്ബ് കാണിച്ചു. ഇത് ശിർക്കുൻ അസ്ഗറാണ്.
അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യൊക്കെ പറയുന്ന എല്ലാ മാസിയത്തുകളും ശിർക്കുൻ അസ്ഗറാണ് ഒരു നിലക്ക്. കാരണം നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ച് മറ്റൊരാൾ അനുസരിക്കുകയാണ്. അപ്പോൾ മഹബത്ത് എന്നുള്ള ഇബാദത്തിൽ നമ്മൾ പങ്കു ചേർക്കുകയാണ് ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. കല്ല, അങ്ങനെ സംഭവിക്കുകയില്ല. ആരെയും ബലിയായി സ്വീകരിച്ചുകൊണ്ട് മറ്റൊരാളെ രക്ഷിക്കുന്ന പരിപാടി ഇല്ല. ഇന്നഹ ലവ, തീർച്ചയായും അത് ലവ ആകുന്നു. ലവ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പേരാണ്. എന്താണ് ലവ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ആളിക്കത്തുന്ന തീജ്വാല. നമ്മൾ തീ കത്തിക്കുമ്പോൾ അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു നാവ് പോലെ, ഒരു നാമ്പ് പോലെ പുറത്തു വരുന്ന, അതിനാണ് ലവ എന്ന് പറയുന്നത്. അങ്ങനെ ആളിക്കത്തുന്നതായിരിക്കും നരകം. നസ്സാഅത്തൻ ലിശ്ശവാ, അത് പറിച്ചെടുക്കും. നസ എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തു. നസ്സാഅത്ത് എന്ന് പറഞ്ഞാൽ മുബാലഗത്താണ്, ശക്തമായി പറിച്ചെടുക്കും. ലിശ്ശവ, ശവ എന്ന് പറഞ്ഞാൽ തൊലി എന്ന് പറഞ്ഞിട്ടുണ്ട് ചില മുഫസ്സിരീങ്ങൾ, ചില സഹാബത്ത്. ചിലര് തലയോട്ടിയുടെ പുറത്തുള്ള തൊലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലര് അത്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിൽ ഉള്ള അറ്റങ്ങൾ, കൈ, കാല്, ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ പുറമെ ഉള്ള ഏറ്റവും ദൂരെ നിൽക്കുന്ന ഭാഗങ്ങൾ. ഇതൊക്കെ ശരിയാണ്, ശരീരത്തിൽ ഏറ്റവും പുറമേയുള്ള കാര്യങ്ങൾക്കാണ് ശവ എന്ന് പറയുന്നത്. അതൊക്കെ പറിച്ചെടുക്കും ഈ തീ. ഇന്നഹ ലള നസ്സാഅത്തൻ ലിശ്ശവ തദ്ഉ, ഈ നരകത്തീ വിളിക്കും. മൻ അദ്ബറ വതവല്ല, അദ്ബറ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു. മൻ അദ്ബറ വതവല്ല, തവല്ല എന്ന് പറഞ്ഞാലും ഉപേക്ഷിച്ചു പോയി. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തിരിഞ്ഞു കളയുകയും അത് ഒഴിവാക്കി പോവുകയും ചെയ്ത ആൾ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് അദ്ബറ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉപേക്ഷിച്ചു, ദീനിൽ വിശ്വാസമില്ല. തവല്ല എന്ന് പറഞ്ഞാൽ അമലുകളില്ല, ഒരു അമലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ ഈ നരകം അങ്ങോട്ട് വിളിക്കും. വജമഅ ഫഔഅ, അതുപോലെ എങ്ങനെയുള്ള ആളുകളെയാണ് നരകത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത്? ജമഅ, അവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്താണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? സമ്പത്ത്. ഫഔഅ, ആ സമ്പത്ത് അവൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു. ജമഅ എന്ന് പറഞ്ഞാൽ സമ്പത്ത് ശേഖരിച്ചു. ഔഅ എന്ന് പറഞ്ഞാൽ അത് പാത്രത്തിലാക്കി അവൻ എവിടെയാണോ എടുത്തു വെക്കുന്നത് അവിടെ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ. അപ്പോൾ പരലോകം മറന്ന്, ദീന് മറന്ന് സമ്പാദിക്കുക, അത് ഒരുമിച്ച് കൂട്ടി വെക്കുക, പിശുക്കി അങ്ങനെ ഇരിക്കുക, ഇങ്ങനെയുള്ള ആളുകളെ, അവരെ നരകം അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ഇതാണ് നരകത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ തഫ്സീറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഫായദ മറ്റുള്ളവർ കേൾക്കണമെന്നുണ്ടെങ്കിൽ പറയാം. ആയിരം വർഷം, അതുപോലെ 50,000 വർഷം, അങ്ങനെ രണ്ട് കണക്ക് ഖുർആനിൽ പറയുന്നുണ്ട്. 50,000 ഈ സൂറത്തിൽ, 1000 എന്ന് സൂറത്ത് ഹജ്ജിലും സൂറത്ത് സജ്ദയിലും പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസത്തിന് നമ്മുടെ കണക്കിലുള്ള 1000 വർഷത്തിൻ്റെ കണക്കാണോ 50,000 വർഷത്തിൻ്റെ കണക്കാണോ? ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ജമ ചെയ്യുക? അത് മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ആയത്തുകളുടെ സിയാക്കിൽ നിന്ന്, എൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? 50,000 വർഷം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ 50,000 വർഷം എന്ന് പറയുന്ന കണക്ക്, അതിന് തുല്യമായിരിക്കും ഒരു ദിവസം. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കണക്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 1000 വർഷമാണ്. നമ്മുടെ അടുത്ത് 1000 വർഷമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറയുന്നത്. അള്ളാഹ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ 1000 വർഷമാണ് ഇപ്പോൾ നിലവിൽ. അത് സൂറിൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ 50,000 വർഷമാണ്. ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? 50,000 വർഷം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസിൽ സഹീഹ് മുസ്ലിമിലെ ഹദീസ് നമ്മൾ പറഞ്ഞു, സക്കാത്ത് തടയുന്ന ആളുകൾ അവർക്ക് അവരുടെ സമ്പത്ത് അല്ലാഹു തആല നരകത്തിൽ മുക്കി ചൂടുവെപ്പിച്ച് അവരുടെ ശരീരത്തിൽ അമർത്തും എന്ന് പറഞ്ഞു. അതായിരിക്കും അവരുടെ ശിക്ഷ എന്ന് പറഞ്ഞു. ആ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫിയോമിൻ മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസത്തിലാണ് ശിക്ഷ എന്ന് പറഞ്ഞു. അപ്പോൾ പരലോകത്താണല്ലോ ഈ ശിക്ഷ നടക്കുന്നത്, മഹ്ശറിലാണല്ലോ. മരണശേഷമുള്ള അല്ലെങ്കിൽ ഖിയാമത്തിന് ശേഷമുള്ള ദിവസങ്ങളാണ് 50,000 വർഷത്തെ ദൈർഘ്യം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ 1000 വർഷം എന്ന് പറയുന്നത് എന്താണ്? അത് ദുനിയാവിലാണ്. ആയത്തിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി സുമ്മ യഅ്റുജു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു 1000 സന. അപ്പോൾ മലക്കുകൾ അങ്ങോട്ട് കയറിപ്പോകുന്നത് 1000 ദിവസത്തെ ദൈർഘ്യമുള്ള 1000 വർഷത്തെ ദൈർഘ്യമുള്ള ദിവസത്തിലാണ്.
ഏത് ദിവസമാണ് മലക്കുകൾ മുകളിലേക്ക് പോകുന്നത്? പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ അള്ളാഹിൻ്റെ കണക്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ പരലോകത്ത് അള്ളാഹിൻ്റെ കണക്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷമാണെന്ന് സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ മനസ്സിലാക്കാം. അള്ളാഹിൻ്റെ ഏത് അദാബിനെ കുറിച്ചും നമ്മളെ വിശ്വാസം എന്താണ്? നുസൂസുൽ വഈദ്, ശിക്ഷയെക്കുറിച്ചുള്ള നുസൂസ്, ആയത്തുകളും ഹദീസുകളും അത് നടക്കാം നടക്കാതിരിക്കാം, അള്ളാഹ് ചെയ്യാം ചെയ്യാതിരിക്കാം. കാരണം അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹ് പുറത്തു കൊടുക്കാം മുസ്ലിമാണെങ്കിൽ. അപ്പോൾ ഈ സക്കാത്ത് തടഞ്ഞ ആളുകൾക്കും അള്ളാഹു തആല മഹ്ശറിൽ ഈ ശിക്ഷ ഒഴിവാക്കി കൊടുക്കാം. നരക ശിക്ഷ അള്ളാഹ് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കിൽ താഴെയുള്ളതെല്ലാം അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഇത് ശിർക്ക് താഴെയുള്ളതല്ലേ, അപ്പോൾ പുറത്തു കൊടുക്കാം. സക്കാത്ത് മാത്രമല്ല, ദുനിയാവിലുള്ള എല്ലാ തിന്മകളും ചെയ്ത ഒരാൾ വേണമെങ്കിൽ അള്ളാഹ് പുറത്തു കൊടുക്കാം, അള്ളാഹിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സക്കാത്ത് തടയുന്ന ആളുകളിൽ രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും, ശിക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ടാവും, ഈ ശിക്ഷ കിട്ടുന്ന ആളുകളുണ്ടാവും. നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഇത് കിട്ടാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഒരാൾക്കെങ്കിലും നിർബന്ധമായിട്ട് കിട്ടും. മക്കൾ പറയുന്നത്, ഒരു വഈദ് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും അത് കിട്ടും. അപ്പോൾ ഒരാൾക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും നമ്മളത് പേടിക്കണം. ഒരാൾക്ക് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഒരുപാട് ആളുകൾക്ക് കിട്ടാം, കുറേ ആൾക്കാർ രക്ഷപ്പെടാം, അള്ളാഹിൻ്റെ തീരുമാനം. ഏത് അദാബാണെങ്കിലും, ഇപ്പോൾ വ്യഭിചാരികൾക്ക് ഇന്ന ശിക്ഷയാണ്, മോഷ്ടിച്ച ആൾക്ക് ഇന്ന ശിക്ഷ എന്നൊക്കെ ഹദീസുകൾ കാണാം, ബർസഖിൽ മഹ്ശറിലൊക്കെ. ആ ശിക്ഷകളൊക്കെ അള്ളാഹ് ചിലർക്ക് കൊടുക്കും, ചിലരെ ഒഴിവാക്കും. പിന്നെ വിചാരണക്ക് മുമ്പ് എങ്ങനെ ശിക്ഷ കൊടുക്കും എന്നാണ് സംശയം എന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഖബർ ശിക്ഷയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇങ്ങനത്തെ ഹദീസുകളൊക്കെ പരിഹസിക്കും. വിചാരണക്ക് മുമ്പ് ശിക്ഷിക്കുക, അതെന്താ കസ്റ്റഡി മർദ്ദനം, ലോക്കപ്പ് മർദ്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് ഖബർ ശിക്ഷയെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇതേ ആളുകൾ തന്നെ എന്ത് പറയും, അവനൊരാൾ ഉപദ്രവിച്ചിട്ട് ഈ ഉപദ്രവിച്ച ആളൊരു ആക്സിഡൻറ്റ് പെട്ടാൽ അവന് അങ്ങനെ തന്നെ വേണം, അവന് കിട്ടാനുള്ള അള്ള കൊടുത്താണ് എന്നൊക്കെ പറയും. അവിടെ വിചാരണ കഴിഞ്ഞിട്ടില്ലല്ലോ. അവൻ്റെ കാര്യത്തിൽ വിചാരണയും ഒന്നും പ്രശ്നമില്ല, കാരണം അവൻ്റെ ഹക്കാണ്. പക്ഷെ വേറെ മറ്റുള്ളവരുടെ ഹക്കിലും അള്ളാൻ്റെ ഹക്കിലും വെച്ച് വരുത്തിയാൽ സംശയങ്ങളാണ്. അപ്പം അള്ളാഹ് വിചാരണ കഴിഞ്ഞിട്ടാണ് പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കുക. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അതിന് മുമ്പും ശിക്ഷകൾ ഉണ്ടാവാം, പ്രതിഫലം ഉണ്ടാവാം. രണ്ട് ഖിറാഅത്തുണ്ട്. സാല എന്നുള്ള അർത്ഥമുണ്ട്. സാല എന്നുള്ള അർത്ഥം പിന്നെ അത് സാല അല്ല, ഒഴുകി എന്നുള്ള. സാല സായിലുൻ ബി അദാബിൻ വാഖിഅ. സാല എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകി. അപ്പോൾ ഇബ്നു അബ്ബാസാണ് ഇബ്നു മസ്ഊദ് എന്നറിയാം, ഒരു സഹാബി ഇങ്ങനെയാണ് ഓതിരുന്നത്. ഇത് 7 ഖിറാഅത്തിൽ പെട്ടതാണ്, 7ഓ 10ഓ മുത്തവാത്തിറായ ഖിറാഅത്താണ്. സാല സായിലുൻ. സാല എന്നുള്ള ഇസ്മുൽ ഫാഇൽ എന്നാണ്, സായിലു എന്നാണ്. അതായത് സായിൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്, ഒഴുകുന്ന വസ്തു എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നരകത്തിലെ ഒരു താഴ്വര ശിക്ഷയുമായി ഒഴുകി എന്നാണ്. താഴ്വര ഒഴുകി എന്ന് പറഞ്ഞാൽ താഴ്വരയിലൂടെ എന്തെങ്കിലും വസ്തു ഒഴുകി എന്നുള്ളതിന് പറയാം. അതൊന്നെങ്കിൽ തീയായിരിക്കാം, അല്ലെങ്കിൽ ഹമീമായിരിക്കാം. അപ്പോൾ നരകത്തിൽ ആ താഴ്വര ഒഴുകിക്കഴിഞ്ഞാൽ എന്നുള്ള അർത്ഥം. സാല സായിലും വ്യാധാബിൻ വാഖിഅ. ഞാനത് പറയാറുന്നതാണ്. ഇത് പിന്നെ ചിലപ്പോൾ സംശയം ഉണ്ടാവും. പിന്നെ അത്ര അറിയപ്പെട്ടൊരു അഭിപ്രായമല്ല തഫ്സീറുകളൊന്നും. അങ്ങനെ ഖിറാഅത്തുണ്ട്, മുത്തവാത്തിറായ ഖിറാഅത്താണ്. പക്ഷെ ഇതുമായിട്ട് അതിന് ബന്ധമില്ല. സഅല എന്നുള്ളതിനാണ് രണ്ടർത്ഥമുള്ളത്. അത് ലുഗവിയായിട്ടുള്ള രണ്ടർത്ഥങ്ങളാണ്. സാല എന്ന് പറയുമ്പോൾ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആ താഴ്വര ഒഴുകിക്കഴിഞ്ഞാൽ. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇവിടെ മുമ്പ് നമ്മൾക്ക് ചോദിച്ചാൽ തോന്നുന്നുണ്ട്, എന്നാലും തഫ്സീറുമായി ബന്ധപ്പെട്ടതല്ല, ഒരു എന്താ പറയാൻ, ഒരു ജനറൽ നോളജ് പോലത്തെ ഒരു ചോദ്യം ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട്. 50,000 സന എന്നാണ്, 50,000 വർഷം. ഖുർആനിൽ പറഞ്ഞ ഏറ്റവും വലിയ നമ്പർ എത്രയാണ്? 50,000 അതിൽപ്പെട്ടതാണ്. ഒരു വലിയ വേറെ ആർക്കെങ്കിലും അറിയാം? നിങ്ങൾ പറഞ്ഞ് കേട്ടില്ലല്ലോ. ഏറ്റവും വലിയ നമ്പർ ഖുർആനിൽ പറഞ്ഞ ഏറ്റവും വലിയ നമ്പറുകൾ പെട്ട ഒന്നാണ് 50,000. ഇതാണോ അതിലതിലും വലുതുണ്ടോ? 70,000. 70,000 ഖുർആനിലുണ്ടോ? ഹദീസിലല്ലേ? അത് ആയത്തിൽ എണ്ണം പറയുന്നില്ല. എന്താണ് ആയത്ത്?
സുഹൃത്ത് ഹാക്കലല്ലേ, 70 ദിറാൻ 70 എന്നാണ് പറഞ്ഞത്. അല്ല, നരകം വലിച്ചുകൊണ്ടിരുന്നത് ഹദീസിലാണ് 70,000 മലക്കുകൾ. 1,00,000 ഉണ്ട്. വാർസൽനാഹു ഇല 100,000 ഔ യസീദൂൻ. യൂനുസ് അലൈഹി ഇസ്ലാമിന് 1,00,000 ആളുകളുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുള്ള ഒരു കൗമിലേക്ക് പറഞ്ഞയച്ചു. സൂറത്ത് സാഫാത്ത്. സാഫാത്ത് ഇപ്പോൾ പഠിച്ചെടുക്കാം. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.